മത്തായി സുവിശേഷമാണ്, സുവിശേഷങ്ങളാണ്, എന്താ പറയാ, സമാന്തര സുവിശേഷങ്ങൾ, സിനോപ്റ്റിക് ഗോസ്പൽ എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഒരുപോലെയുള്ള ഒരേ കാലഘട്ടത്തില് യേശുവിന്റെ ജീവിതത്തെ കുറിച്ച് പറഞ്ഞ സുവിശേഷങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു. അതിനെക്കുറിച്ച് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, വളരെ വേഗതയിലായിരുന്നു ചില അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാ സുവിശേഷം എഴുതാനായിട്ടുള്ള കാരണം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്? പ്രാദേശിക സഭകൾ പലയിടങ്ങളിലായതിനാൽ പല രീതിയിൽ സുവിശേഷം പ്രചരിച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്, യെരുശലേം സഭയുമായിട്ട് ബന്ധപ്പെടാൻ കഴിയാതിരുന്നത് കൊണ്ട് അവർക്ക് അപ്പോസ്തലന്മാരുടെ ഉപദേശം ലഭിക്കുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമായി. പിന്നെ യേശുവിന്റെ ജീവിത കാലഘട്ടത്തെ നേരിട്ട് കണ്ടിട്ടുള്ള ദൃക്സാക്ഷികളായിരിക്കുന്ന ആളുകളൊക്കെ മരണപ്പെടുകയോ പീഡനങ്ങൾ മൂലം വിവിധ ഇടങ്ങളിലേക്ക് ചിതറപ്പെടുകയോ ചെയ്തു. അപ്പൊ അതുകൊണ്ട് എഴുതപ്പെട്ട, രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രം അവർക്ക് ആവശ്യമായിരുന്നു. യേശുവിന്റെ വാക്കുകളും പ്രവൃത്തികളും അന്നത്തെ സാമാന്യ ജനത്തിന് രേഖാമൂലമുള്ള ഒരു ഡോക്യുമെന്റേഷൻ ഇല്ലാതെ ഓർത്തു വെക്കുക എന്നുള്ളത് വാമൊഴിയായിട്ട് കൈമാറ്റം ചെയ്യുമ്പോൾ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു. അവസാനം ദുരുപദേശങ്ങളും പീഡനങ്ങളും നടക്കുമ്പോൾ സത്യസുവിശേഷം എന്താണെന്ന് തിരിച്ചറിയേണ്ടത് അവർക്ക് ആവശ്യമായിരുന്നു. ഇതുകൊണ്ടാണ് സുവിശേഷം എഴുതപ്പെടേണ്ട കാരണം. മത്തായി സുവിശേഷം എഴുതിയ കാര്യങ്ങളും അതുണ്ടായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അടുത്തായിട്ട് ആർക്ക് വേണ്ടി എഴുതി? യേശുവിനെ മശിഹായി കാത്തിരിക്കുന്ന യഹൂദാ ജനത്തിന് വേണ്ടിയിട്ടാണ് മത്തായി സുവിശേഷം എഴുതിയത്. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. മത്തായി സുവിശേഷത്തിന്റെ സവിശേഷതകൾ പറഞ്ഞു. പഴയ നിയമത്തിൽ നിന്നുള്ള ഏറ്റവും അധികം ഉദ്ധരണികൾ ഉണ്ടായിരുന്ന ഒരു പുസ്തകമാണ് ഈ മത്തായി എഴുതിയ സുവിശേഷം. ഇനി നമ്മൾ പറഞ്ഞു മത്തായി സുവിശേഷത്തിന്റെ ഉള്ളടക്കമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നമ്മളെ കയ്യിൽ നോട്ടുണ്ടല്ലോ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങള് യേശുവിനെ രാജാവായിട്ട് പരിചയപ്പെടുത്തുകയാണ്. മത്തായി സുവിശേഷത്തിൽ യേശുവിനെ ആരായിട്ടാണ്? മശിഹായി, രാജാവായി, രാജാതി രാജാവായി, കർത്താതി കർത്താവായി യേശുവിനെ പരിചയപ്പെടുത്തുകയാണ്. മത്തായി സുവിശേഷത്തിൽ യേശുവിനെ ആരായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്? രാജാവായിട്ട് പരിചയപ്പെടുത്തുകയാണ്. അപ്പൊ മത്തായി സുവിശേഷത്തിന്റെ 28 അധ്യായങ്ങളും രാജകീയമായിരിക്കുന്ന ഒരു പുസ്തകത്തിൽ രാജാവിനെ കുറിച്ച് എങ്ങനെ പരിചയപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട്. അതിന്റെ ഉള്ളടക്കത്തിൽ ആ രീതിയിൽ തന്നെ നമുക്ക് ചിന്തിക്കാം. രാജകീയമായിരിക്കുന്ന അനുഭവത്തിൽ നമുക്കതിനെ പഠിക്കാമെന്ന്. ഒന്നാമതായിട്ട് രാജാവിനെ അവതരിപ്പിക്കുകയാണ്. മത്തായി സുവിശേഷം 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ എൻട്രി ഓഫ് എ കിങ്, രാജാവിനെ അവതരിപ്പിക്കുന്നു. രാജാവിനെ അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു കഥയിലോ ഒരു നോവലിലോ ഒരു സിനിമയിലോ അതിന്റെ നായകനെ അവതരിപ്പിക്കുമ്പോൾ എത്രമാത്രം മഹത്വത്തോടു കൂടിയാണ് അവതരിപ്പിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ സുവിശേഷ സാഹിത്യത്തിൽ ഈ യേശുവിനെ അവതരിപ്പിക്കുന്നത് വളരെ രാജകീയമായിട്ടാണ്. ഞാനൊരു ഉദാഹരണം പറയാം. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ എങ്ങനെയാ ചോദിക്കുന്നത്? 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ വിദ്വാൻമാർ ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? പുതിയ നിയമത്തിലെ ആദ്യത്തെ ചോദ്യമാണ്. ബൈബിൾ കിസിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറാവുന്നവരും കൂടെ ശ്രദ്ധിച്ചോ. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഇതാണ് ആ എൻട്രി. രാജാതി രാജാവായി പിറന്നവൻ എവിടെ എന്ന് വിദ്വാൻമാർ ആവശ്യപ്പെടുകയാണ് കാണുവാനായിട്ട്. ആ 1-2 അധ്യായങ്ങളൊക്കെ നമുക്ക് വായിക്കുമ്പോഴറിയാം. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു രാജകീയമായിരിക്കുന്ന അവതരണം നടത്താനായിട്ട് ഒന്നാമത് വംശാവലിയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. മത്തായി എഴുതിയ സുവിശേഷം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അബ്രഹാമിന്റെ സന്തതിയായി, ദാവീദിന്റെ സന്തതിയായി ജനിച്ച യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. അപ്പോൾ ഈ വംശാവലിയുടെ പ്രത്യേകത നമുക്കൊന്ന് ചിന്തിക്കാം. വംശാവലിയെ 3 ഭാഗമാക്കിയിട്ട് അവിടെ അവതരിപ്പിക്കുന്നു. ഒന്ന്, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം മുതൽ, അടുത്തത് എന്താണ്?
അതിന്റെ രണ്ടാമത്തെ ഭാഗം പറയുന്നത് ദാവീദ് വരെയുള്ള കാലഘട്ടമാണ്. ദാവീദ് മുതൽ പ്രവാസം, ബാബേൽ പ്രവാസം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ കാണും. ബാബേൽ പ്രവാസം മുതൽ അവസാന ഘട്ടം എന്ന് പറയുന്നത് യേശുക്രിസ്തു വരെയുള്ള തലമുറയാണ്. അപ്പോൾ 14 വീതമുള്ള 3 കാലഘട്ടമാണ് അബ്രഹാം മുതൽ യേശുക്രിസ്തു വരെയുള്ളത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 14 വീതമുള്ള 3 കാലഘട്ടം. അപ്പോ 14, 14, 28, 28, 14, 42 തലമുറകളാണ് അബ്രഹാം മുതൽ യേശുക്രിസ്തു വരെയുള്ളത്. അതിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നാ പറഞ്ഞത്? 3 കാലഘട്ടങ്ങൾ. 3 കാലഘട്ടങ്ങൾ ഏതാണ്? അതിന്റെ വാക്യം ഞാൻ പറയാം. മത്തായി എഴുതിയ സുവിശേഷത്തിലേക്ക് നമുക്ക് വന്നാൽ അറിയാം. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം കേട്ടോ. 1-ാം അധ്യായം 17-ാം വാക്യം. ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം വരെ 14, ബാബേൽ പ്രവാസം മുതൽ യേശുക്രിസ്തുവിനോളം 14 ആകുന്നു. അപ്പൊ ഈ വംശാവലി എന്ന് പറഞ്ഞാൽ വളരെ ക്ലിപ്തമായതാണ് യഹൂദന്മാരുടെ ഫാമിലി ട്രീ എന്ന് പറയുന്നത്. ആ വംശാവലി അവർ വളരെ വ്യക്തമായി എഴുതിയുണ്ടാക്കിയതാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ചരിത്രത്തിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു കാര്യമാണെന്ന് തെളിയിക്കണം. ദൈവിക വാക്തത്വം പ്രാപിച്ച അബ്രഹാമിൽ നിന്ന് ആരംഭിച്ച് അത് പടിപടിയായി പുരോഗമിച്ച് മനുഷ്യവർഗത്തിന് വേണ്ടി മറിയയിലൂടെ യേശു ജാതനായി എന്നവിടെ പറയാണ്. അതും പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വ്യക്തമാക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം അതിന്റെ അവളിൽ നിന്ന് യേശു എന്നു പേരുള്ള ക്രിസ്തു എന്നു പേരുള്ള യേശു ജനിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 16-ാം വാക്യത്തിൽ, 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയാണ്. മത്തായി സുവിശേഷത്തിൽ യോസേഫിന്റെ, യഹൂദ ഗോത്രത്തിലെ യോസേഫിന്റെ വംശാവലിയിൽ കാര്യങ്ങൾ പറഞ്ഞു വന്ന് അത് യോസേഫിൽ എത്തുകയും യോസേഫിനെ കുറിച്ച് പറയുന്നത് മറിയുടെ ഭർത്താവായ യോസേഫ് എന്നും, എന്നിട്ട് പറയാണ് യോസേഫിൽ നിന്ന് യേശു ജനിച്ചു എന്നല്ല, അവിടെ വളരെ വ്യക്തമായിട്ട് പറയാണ് അവളിൽ നിന്ന് യേശു ജനിച്ചു. ഈ ചരിത്രവും വംശാവലിയും എല്ലാം പറഞ്ഞതിന് ശേഷം ദൈവവചനത്തിൽ എഴുത്തുകാരനൊരു തെറ്റും പറ്റുന്നില്ല. ആ പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ എല്ലാവരെയും കുറിച്ച് പറയുന്നത് പുരുഷന്മാരെ കുറിച്ച്, പിതാക്കന്മാരെ കുറിച്ച് പറഞ്ഞു വരുന്ന വംശാവലിയിൽ അവിടെ എത്തുമ്പോൾ മാത്രം പറയാണ് മറിയയിൽ നിന്ന് യേശു ജനിച്ചു. ഇതൊക്കെയാണ് നമ്മൾ മത്തായി എഴുതുമ്പോൾ തെറ്റുവരാതെ ദൈവിക പദ്ധതികളെ കുറിച്ച് അവിടെ പറയുന്നത്. ആ വംശാവലിയിൽ മറ്റൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് പറയാം. അതിൽ എല്ലാം പുരുഷന്മാരെ കുറിച്ച് പറയുമ്പോൾ, പിതാക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ അവിടെ 4 സ്ത്രീകളെ കുറിച്ച് ആ വംശാവലിയിൽ പറയുന്നുണ്ട്. ആരൊക്കെയാണത്? താമാർ, രൂത്ത്, ഊരിയാവിന്റെ ഭാര്യ മറിയ. 3-ാം വാക്യത്തിൽ താമാറിനെ കുറിച്ച് പറയുന്നു. യഹൂദയ്ക്ക് താമാറിൽ ഉണ്ടായ മകനെ കുറിച്ച് പറയുന്നു. പിന്നെ നമ്മൾ കാണുന്ന പുറജാതിക്കാരിയായ രൂത്തിനെ ഈ വംശാവലിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ ജനനത്തിൽ ഈ വംശാവലിയിൽ അത് യഹൂദന്മാർക്കുള്ള ഒരു വംശാവലി അവർക്ക് മനസ്സിലാക്കാൻ പറയുമ്പോഴും അവർക്ക് വ്യക്തമായി ദൈവിക പദ്ധതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അതിൽ പറയാണ് അതിൽ പുറജാതിക്കാരിയായ എരിഹോ കോട്ടയിൽ താമസിച്ചിരുന്ന രൂത്തും ഈ വംശാവലിയിൽ കടന്നു വന്നിട്ടുണ്ട്. അത് പറയാണ് ആദ്യം പറഞ്ഞത് താമാർ, 3-ാം വാക്യം യഹൂദയിൽ. രണ്ടാമത് രൂത്ത്. രൂത്ത് ബോവസിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. ഇശായിൽ നിന്ന് ദാവീദ്
ജന്മമെടുക്കുകയാണ് അല്ലേ? അപ്പൊ ഈ വംശാവലി വരുമ്പോൾ തന്നെ അതിലേക്ക് ദൈവം അഡോപ്റ്റ് ചെയ്യാണ്. പുറജാതിക്കാരിയായിരിക്കുന്ന രൂത്തിനെയും ഇതിലൊരു പങ്കുണ്ട്. രൂത്തിന്റെ ചരിത്രമൊക്കെ നമുക്കറിയാം. രൂത്തിന്റെ പുസ്തകം നമുക്ക് വായിക്കുമ്പോഴറിയാം. വേശ്യയായിരുന്ന ആ എന്തെന്നാ പറയാ മതിലിൽ താമസിച്ചിരുന്ന യഹൂദ ഒറ്റുകാരെ സംരക്ഷിച്ച രൂത്തിനെ കുറിച്ച് നമുക്കറിയാം. സോറി, രൂത്തല്ല, സോറി, രൂത്തിന്റെ ഭാഗം വേറെ ഭാഗമാണ്. രൂത്തിന്റെ ഭാഗം സോറി, രൂത്തിന്റെ കാര്യം നമുക്കറിയാം. മോവാബിൽ ഒരിക്കലും ഈ വംശാവലിയിലേക്ക് കടന്നു വരുവാൻ കഴിയാതിരിക്കുന്ന രൂത്ത് ആ വംശാവലിയിൽ ഉൾപ്പെടുകയും അവൾ ആ മോവാബ്യ പാരമ്പര്യം മുഴുവൻ ഉപേക്ഷിച്ച് ബത്ലഹേമിലേക്ക് കടന്നു വരികയും ബോവസ് അവളെ സ്വീകരിക്കുകയും അവിടെ നിന്ന് ഓബേദിനെ ജന്മം നൽകുകയും ചെയ്തു. അപ്പോൾ പുറജാതിക്കാരിയായ, ഞാൻ നേരത്തെ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നു, പെട്ടെന്ന് വേഗതയിൽ പറഞ്ഞു പോയപ്പോൾ അത് നമ്മൾ രാഹാബിന്റെ കാര്യം കൂടെ അതിൽ മിക്സ് ആയിട്ട് വന്നു. രാഹാബല്ല, സോറി, രൂത്ത്. അപ്പോൾ ഈ രൂത്ത് നിന്ന് ഈ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദിൽ നിന്ന് ഇശായിയിൽ നിന്ന് ദാവീദ് ജനിച്ചു. അപ്പൊ ദാവീദ് വരെയുള്ള ചരിത്രം. അടുത്തായിട്ട് ഉരിയാവിന്റെ ഭാര്യയിൽ നിന്ന് ദാവീദിനെ സൽമോനെ ജനിക്കുന്നു. അപ്പോൾ ഉരിയാവിന്റെ ഭാര്യ ഈ വംശാവലിയിലുണ്ട്. അടുത്തായിട്ട് വരുന്നത് മറിയെ കുറിച്ച് നമ്മളിവിടെ കാണാം. അപ്പൊ ഈ വംശാവലി വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. അപ്പൊ രാജാവിന്റെ ഒന്നാമത്തെ കാര്യം വംശാവലി, രണ്ടാമത് ജനനവും യേശുവിന്റെ പ്രാരംഭ വർഷങ്ങളും. അത് നമുക്കറിയാം. യേശുവിന്റെ ജനനം എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. അത് 2-ാം അധ്യായത്തിൽ ഞാൻ പറയുന്നുണ്ട്. 2-ാം വാക്യം പറഞ്ഞല്ലോ, യേശു പേർവഴി ചാർത്തേണ്ടതിന് ബേത്ലഹേമിലേക്ക്, സ്വന്തം പട്ടണമായ ബേത്ലഹേമിലേക്ക് യോസഫിനോടുകൂടെ കടന്നു വരുന്ന യാത്രയൊക്കെ നമുക്കറിയാം. വളരെ പ്രതികൂലങ്ങൾ നിറഞ്ഞ് കടന്നു വന്ന് അവിടെ യേശുവിന് ജന്മം നൽകുന്നു. അവിടെ കുട്ടിയെ കടത്തുവാൻ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായകയാൽ ആ പുൽത്തൊട്ടിയിൽ കിടത്തിയെന്ന് നമുക്കറിയാം. അങ്ങനെ യേശുവിന്റെ ജനനം. അടുത്തത് പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആ വിദ്വാൻമാർ കിഴക്ക് നിന്ന് യേശുവിനെ കാണാനായിട്ട് വരുന്നു. അത് വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഭാഗമാണ്. വിദ്വാൻമാർ യേശുവിനെ കാണാൻ വരുമ്പോൾ അവര് 2:11 വാക്യം നമുക്ക് വായിക്കാം. 2:11 യേശുവിന്റെ ജനനത്തിലുള്ള കാര്യങ്ങൾ. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോട് കൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. വളരെ മനോഹരമായിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ യേശുവിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ അവര് കാണുന്നത് ആരെയൊക്കെയാ കാണുന്നത്? യേശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. സംശയമില്ലല്ലോ. അപ്പോൾ മറിയോടുകൂടെ കണ്ട് വീണ് എങ്ങനെയാ നമസ്കരിക്കുക? രണ്ടുപേരെയും ഒന്നിച്ച് കാണുകയാണ്. ഒന്നിച്ച് കാണുമ്പോൾ എങ്ങനെ നമസ്കരിക്കുമ്പോ അവരെ എന്തെന്നാ പറയേണ്ടത്? നമ്മുടെ ഭാഷാ പ്രയോഗത്തിനാണെങ്കിൽ നമ്മൾ പറഞ്ഞു പോകും, അങ്ങനെ വേഗത്തിൽ പറഞ്ഞു പോകും. അവരെ നമസ്കരിച്ചു എന്ന്. മോട്ടിച്ച് അവരെന്നാണോ അതിന് പറഞ്ഞിരിക്കണേ? അവനെ. പരിശുദ്ധാത്മാവിനെ തെറ്റ് സംഭവിക്കുന്നില്ല ഇന്ന് പലപ്പോഴും നമ്മൾ വേഗത്തിൽ ചിന്തിക്കുമ്പോൾ വിചാരിക്കും അമ്മയോട് കൂടിയാണല്ലോ ശിശുവിനെ കാണുക, അപ്പൊ അമ്മയെയും മകനെയും ഒരുപോലെ നമസ്കരിച്ചു എന്ന് നമ്മൾ ചിന്തിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെ ഒരു തെറ്റ് പറ്റാതിരിക്കാൻ പരിശുദ്ധാത്മാവ് വ്യക്തമായി അവിടെ പറയുകയാണ്. അക്ഷരതെറ്റല്ല, അവിടെ പറയാണ് അവനെ നമസ്കരിച്ചു. നാം ആരെ മാത്രമേ നമസ്കരിക്കാവൂ? രാജാതി രാജാവും. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മത്തായി സുവിശേഷത്തിൽ യേശുവിനെ രാജാവായി അവതരിപ്പിക്കുകയാണ്. യേശു ശിശുവായിരിക്കുമ്പോഴും അവന്റെ ജനനത്തിൽ പറയാണ് രാജാവായി പിറന്നവൻ എവിടെ? ഇനി യേശുവിന്റെ ക്രൂശീകരണ സമയത്തും പറയുന്നുണ്ട് കേട്ടാ. യേശുവിന്റെ ക്രൂശീകരണ സമയത്ത് പീലാത്തോസ്
ഒരു മേലെഴുത്തും എഴുതി അതിന്മേൽ അവന്റെ മുകളിൽ ചാർത്തി വെച്ചു. അതിലെഴുതിയിരുന്നു യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന്. അന്നത്തെ പ്രമുഖ ഭാഷകളായ എബ്രായ, റവന, റോമ ഭാഷകളിൽ എഴുതിയിരുന്നു. IN RI എന്ന് നമ്മൾ കാണാം അല്ലേ? എന്താണ്? യേശു യഹൂദന്മാരുടെ രാജാവ്. യേശു ക്രിസ്തുവിന്റെ മരണത്തിലും അവര് പറഞ്ഞു അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല, അവനൊരു കുറ്റവാളിയാണ്, രാജാവെന്ന് എഴുതരുത് എന്ന് പീലാത്തോസിനോട് പറഞ്ഞപ്പോൾ പീലാത്തോസ് പറയാണ്, ഐ ഹാഡ് റിട്ടൺ, ഞാൻ എഴുതിയത് എഴുതി, അതിന് മാറ്റം വരുത്താൻ പറ്റില്ല. റോമ സാമ്രാജ്യത്തിന്റെ സകല അധികാരങ്ങളോടും പദവികളോടും ഗവർണറായ പീലാത്തോസ് പറയുകയാണ്, ഞാൻ എഴുതിയത് എഴുതി. അതറിയാണ്ട് എഴുതുന്നതൊന്നുമല്ല, സ്വർഗം വിരൽ ചലിപ്പിച്ച് ആ പീലാത്തോസിനെ കൊണ്ട് എഴുതിക്കുകയാണ് മരണത്തിലും അവൻ യേശു രാജാവായിരുന്നു. ഇനി ആ ക്രൂശി ആ നിലവിളിച്ച് പ്രാണനെ വിടുന്ന സമയത്തിന് തൊട്ടു മുൻപായി 2 ദുഷ്പ്രവർത്തിക്കാരും മാറി മാറി യേശുവിനെ ദൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുവൻ തിരിഞ്ഞു പറയാണ്, ഓ സമശിക്ഷാവിധിയിലായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നമ്മൾ ചെയ്ത തെറ്റുകൾ നമ്മൾ അനുഭവിച്ചു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയാണ്. എന്നിട്ട് അവൻ യേശുവിന്റെ നേരെ തിരിഞ്ഞു പറയണം, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർക്കണമേ. എത്ര മനോഹരമാണ് യേശുവിന്റെ രാജ്യത്വം. അവൻ ജന്നത്തിൽ രാജാവായിരുന്നു, ജീവിതത്തിൽ രാജാവായിരുന്നു, ക്രൂശിങ്കൽ രാജാവായിരുന്നു, അവൻ മരണത്തിൽ രാജാവായിരുന്നു, അവൻ രാജാതി രാജാവായി വീണ്ടും വരും. അപ്പൊ ഈ രാജാവിന്റെ ഒരു പ്രതികരണമാണ് ആ പ്രാരംഭത്തിൽ നാം കാണുന്നത്. രാജാവിന്റെ വംശാവലി, ജനനവും പ്രാരംഭ വർഷവും. ഇനി ആ ഉണ്ണി യേശുവിനെ വണങ്ങുമ്പോൾ അവർ സമർപ്പിക്കുന്ന സമ്മാനങ്ങൾ അവിടെ കാണുന്നുണ്ട്. എന്തൊക്കെയാണത്? 11-ാം വാക്യത്തിൽ ടീച്ചർ നേരത്തെ വായിച്ചു, നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് പൊന്ന്, മൂര്, കുന്തുരുക്കം എന്നിവ കാഴ്ചവെച്ചു. എത്ര വിദ്വാൻമാരാ വന്നേ? നമ്മൾ 3 എന്ന് പറയും, പക്ഷെ 3 എന്ന് പറയാൻ അവിടെ പറയാൻ പറ്റില്ല. അവർ കൊടുത്ത സമ്മാനങ്ങൾ 3 ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഒന്നാമത്തെ സമ്മാനം എന്തായിരുന്നു? പൊന്ന് ആ കാലഘട്ടത്തിൽ സമ്മാനമായിട്ട് സമർപ്പിക്കുന്നത് രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കുമാണ്. രാജാവായി പിറന്നവർക്ക് കൊടുക്കുന്ന സമ്മാനമാണ് പൊന്ന്. യേശു തന്റെ ജനനത്തിൽ രാജാവായിരുന്നു. രാജകീയ മഹത്വത്തോടെ അവനെ സമർപ്പിക്കുന്ന കാഴ്ച വസ്തുവായി അവർ പൊന്ന് സമർപ്പിക്കുകയാണ്. രാജാവ് എന്ന രീതിയിൽ എൻ്റെ യേശുവിനെ സമർപ്പിക്കുകയാണ്. നമുക്ക് യേശുവിനെ രാജാവായി അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ രാജ്യത്തിന്റെ, നമ്മുടെ ജീവിതത്തിന്റെ രാജാവായി യേശുവിനെ സമർപ്പിക്കാൻ പറ്റുമോ? നമ്മുടെ ഏറ്റവും വിലയേറിയത് നമുക്ക് യേശുവിനെ സമർപ്പിക്കാൻ പറ്റുമോ? രാജാവ് എന്ന നിലയിൽ അവനെ സമർപ്പിക്കുവാൻ പറ്റും. രണ്ടാമത് സമർപ്പിക്കുന്നത് മൂരാണ്. മൂരെന്താണ്? എന്തിനെ കാണിക്കുന്നത്? മൂരിന്റെ സ്വഭാവം കയ്പ്, ഔഷധമാണ്, കയ്പാണ്. അത് പ്രവാചകത്വത്തെ കാണിക്കുന്നതാണ്. പ്രവാചകന്മാർ പറയുന്നത് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞ പോലെ, നെല്ലിക്കയുടെ കാര്യം പറഞ്ഞ പോലെയാണ്. നമ്മുടെ ആത്മാവിന്റെ ശുദ്ധീകരണത്തിനായി ദൈവത്തിൽ നിന്നുള്ള ആലോചന മനുഷ്യനിലേക്ക് പകരുന്ന പ്രവാചകന്മാർക്ക് നൽകുന്ന പ്രവാചകന്മാർക്കുള്ള സമ്മാനമാണ് എന്ത്? മൂര്. എൻ്റെ യേശു ജന്നത്തിൽ തന്നെ പ്രവാചകനായിരുന്നു. അവന്റെ പ്രവാചകത്വത്തിന്റെ സമ്മാനമായിട്ട് അവിടെ മൂര് കാഴ്ചവെക്കുകയാണ്. അപ്പോൾ അവൻ രാജാവായിരുന്നു, പ്രവാചകനായിരുന്നു. മൂന്നാമത് കൊടുത്തത് എന്താണ്? കുന്തുരുക്കം. കുന്തുരുക്കം എവിടെയാണ് ഉപയോഗിക്കുന്നത്? ദേവാലയത്തിൽ ആരാധനയിൽ ഉപയോഗിക്കുന്ന, പഴയ നിയമകാലത്തെ ആരാധനയിൽ ഉപയോഗിക്കുന്ന വസ്തുവാണ് കുന്തുരുക്കം. പൗരോഹിത്യത്തെ കാണിക്കുകയാണ്. യേശു നിത്യ പുരോഹിതനായിരുന്നു. മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായിരുന്നു. നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമായി തീരുകയും യാഗരക്തത്താൽ പിതാവിന്റെ അടുക്കലേക്ക് കടന്നുകയും ചെയ്യുന്ന പുരോഹിതനായിരുന്നു യേശു ക്രിസ്തു. അപ്പോൾ ആ പൗരോഹിത്യത്തിന്റെ അടയാളമായി യേശുവിന് നൽകുന്ന സമ്മാനമാണ് കുന്തുരുക്കം. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാട്ടോ. സമ്മാനങ്ങൾ ഏതൊക്കെയാണ്?
പൊന്ന്, മൂര്, കുന്തുരുക്കം. അത് എന്തിനെല്ലാം കാണിക്കുന്നു? പൊന്ന് രാജ്യത്വത്തെയും മൂര് പ്രവാചകത്വത്തെയും അവസാനമായി കുന്തുരുക്കം നിത്യ പൗരോഹിത്യത്തെയും കാണിക്കുന്നു. എത്ര ഭംഗിയാണല്ലേ ദൈവവചനത്തിന്റെ ഓരോ അടരുകളും നാം നോക്കുമ്പോൾ അതിലെല്ലാം ഒളിഞ്ഞു നിൽക്കുന്ന നിത്യമായിരിക്കുന്ന സൗരഭ്യം നമ്മുടെ ഹൃദയങ്ങളെ ആനന്ദം കൊണ്ട് തുള്ളിക്കുകയാണ്. എത്രമാത്രം പ്രാവശ്യം വായിച്ചാലും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്ലാസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വളരെയധികം സന്തോഷം അലതല്ലുവാനായിട്ടിടയായിത്തീർന്നു. അടുത്തതായിട്ട് യേശുവിന്റെ യോഹന്നാൻ സ്നാപകന് വഴിയൊരുക്കുന്നു. യോഹന്നാൻ സ്നാപകന് വേണ്ടി വഴിയൊരുക്കുന്നു. യോഹന്നാൻ സ്നാപകന് വേണ്ടിയല്ല, യേശുവിന് വേണ്ടി യോഹന്നാൻ സ്നാപകൻ വഴിയൊരുക്കുന്നു. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറയുന്നത് എന്താണ്? മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. എന്താ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ വാക്കായത്? കർത്താവിന് വഴിയൊരുക്കുവിൻ. യോഹന്നാന്റെ ജീവിതത്തെ കുറിച്ചൊന്നും വളരെയേറെ പറഞ്ഞ് നമ്മുടെ സമയം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു രാജാവിന്റെ എഴുന്നള്ളത്തിൽ അവന് മുൻപായി വിളിച്ചു പറഞ്ഞു പോകുന്ന ഒരു വ്യക്തി ഉണ്ടായിരിക്കും, ഇല്ലേ? രാജാവ് എഴുന്നള്ളുന്നു, രാജാതിരാജാവ് എഴുന്നള്ളുന്നു എന്ന് പറയുന്നത് പോലെ ഈ രാജാവിന്റെ സ്വർഗീയ രാജാവിന്റെ ഭൂമിയിലേക്കുള്ള വരവിനെ വിളിച്ചറിയിക്കുവാൻ പ്രവാചകന്മാർ കാലങ്ങളായി അറിയിച്ചുകൊണ്ടിരുന്നു. പക്ഷെ വരുന്നതിന് തൊട്ടു മുൻപായി യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായിരിക്കുന്ന അവതരണമാണ് യോഹന്നാൻ സ്നാപകന്റെ. യോഹന്നാൻ സ്നാപകന്റെ യേശുവിന് വേണ്ടി വഴിയൊരുക്കിയത് ജനത്തെ ഒരുക്കുകയായിരുന്നു, അന്നത്തെ സാഹചര്യങ്ങളെ ഒരുക്കുകയായിരുന്നു. അനീതിയാലും അന്ധകാരത്താലും മൂടപ്പെട്ട ലോകത്തിൽ സ്വർഗീയ പ്രകാശം ഉദിക്കുന്നതിന് ആവശ്യമായിരിക്കുന്ന പശ്ചാത്തലം ഒരുക്കുകയാണ് യോഹന്നാൻ. എത്ര സുന്ദരമാണ്! യേശുവിന്റെ ജനനത്തെ കുറിച്ച് വരുന്നതിന് മുൻപായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മാനസാന്തരത്തിനായിട്ട് യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പറഞ്ഞു, സർപ്പസന്തതികളെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവിനെന്ന് പറഞ്ഞ് ഒരു രാജാവിന്റെ വിളംബരം യോഹന്നാൻ സ്നാപകൻ നടത്തുകയാണ്. അവൻ മാനസാന്തര സ്നാനത്തിനായിട്ട് യോഹന്നാനോട് ചേരുവാൻ ജനങ്ങളെ യോർദാനിലേക്ക് കൊണ്ടുവന്നു. ഒരു പുതിയ സംവിധാനം, സ്നാനത്തിലേക്ക് ജനത്തെ കൊണ്ടുവരികയാണ്. അവർ തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. പട്ടാളക്കാരും ജ്ഞാനികളും പ്രധാനികളും പ്രമാണിമാരും എല്ലാം ഉണ്ട്. അവരെ വെറുതെ സ്നാനം കൊടുക്കുക മാത്രമല്ല ചെയ്ത് അവരെ ജീവിതത്തിന്റെ അഴിമതികളിൽ നിന്നും ജീവിതത്തിന്റെ അന്ധകാരത്തിൽ നിന്നും വിശുദ്ധമായ ഒരു ജീവിതത്തിനു വേണ്ടി അവരെ ആഹ്വാനം ചെയ്ത് ഒരുക്കുകയാണ് യോഹന്നാൻ ചെയ്തത്. അപ്പൊ യോഹന്നാൻ സ്നാപകൻ വഴിയൊരുക്കുന്നു. 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മളത് കാണുന്നു. അത് കഴിഞ്ഞപ്പോൾ ഈ യേശു യോഹന്നാൻ സ്നാപകന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് എന്നെ കൂടെ സ്നാനപ്പെടുത്തണമേ എന്ന് പറയുമ്പോൾ യോഹന്നാൻ പറയാണ്, അയ്യോ, നിന്നാൽ സ്നാനമേൽക്കേണ്ടത് എനിക്ക് ആവശ്യം. അപ്പൊ യേശു പറയണം, അല്ലല്ല, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. നീതി നിർവഹണത്തിനായി സൃഷ്ടാവായിരിക്കുന്ന ദൈവം സൃഷ്ടിയായിരിക്കുന്ന യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിലേക്ക് താണു വരികയാണ്. ഓ, എത്ര മനോഹരമായിരിക്കുന്ന ഒരു ദൃശ്യമായിരിക്കും അത്. യോഹന്നാൻ സൃഷ്ടിയുടെ കൈക്കീഴിലേക്ക് ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കും നമുക്ക് ഉചിതം. യേശു ഭൂമിയിലേക്ക് കടന്നു വന്നത് നീതിയുടെ നിർവഹണത്തിന് വേണ്ടിയാണ്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനാണ്. മനുഷ്യവർഗത്തോട് ഏകീഭവിക്കുന്നതിനാണ്. മനുഷ്യവർഗത്തിന് പകരമായി കാൽവരി ക്രൂസിൽ യാഗമായി തീരണമെങ്കിൽ മനുഷ്യനോട് താതാത്മ്യപ്പെട്ട് മനുഷ്യന്റെ എല്ലാ അവസ്ഥകളിലേക്കും താണിറങ്ങി വന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ
ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ ഒഴിച്ച് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. എന്റെ യേശു എനിക്കും നിനക്കും പകരമായി തീരുവാൻ അവിടെ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? സ്നാനാനന്തരം യേശു വെള്ളത്തിൽ നിന്ന് കയറി പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ വരുന്നത് കണ്ടു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളൊരു ശബ്ദവും പിതാവിങ്കിൽ നിന്ന് പുറപ്പെട്ടു. എല്ലാവരും ശ്രദ്ധിക്കുക. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. യേശു സ്നാനമേറ്റ ഉടനെ, ഒന്ന് നോട്ട് ചെയ്യാട്ടോ, ഒരു പ്രത്യേകതയുള്ള വാക്യാണ്. ദൈവിക തൃത്വം മൂന്നും കൂടെ ഒന്നിച്ച് സമ്മേളിക്കുന്ന ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു നിമിഷമാണ് മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. സ്വർഗത്തിൽ നിന്ന് സ്വർഗീയ പിതാവും പുത്രനായ യേശു യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാനും പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്നതുമായ മഹനീയമായിരിക്കുന്ന സംഗമം അവിടെ നടന്നു. എത്ര പ്രധാനപ്പെട്ടതാണ്! ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനമായിരിക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ അവിടെ കാണുന്നത്. യോഹന്നാൻ 3:16 അല്ല, മത്തായി 3:16. യോഹന്നാൻ 3:16 വളരെ നമ്മളത് ബന്ധപ്പെടുത്തിയിട്ട് എപ്പോഴും ഓർത്താൽ മതി കേട്ടോ. 3:16 എന്താണ്? യോഹന്നാൻ 3:16 തന്റെ ഏകജാതനായ, എല്ലാവർക്കും ഒന്നിച്ച് പറയാം, പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ലോകത്തെ സ്നേഹിച്ചു. അത് വളരെ സന്തോഷല്ലേ നമുക്ക്. അപ്പൊ മത്തായി 3:16 യോഹന്നാൻ 3:16 നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളായിരിക്കണം, പ്രധാനപ്പെട്ട കാര്യമായിരിക്കണം. ദൈവം ലോകത്തെ സ്നേഹിച്ചു. അപ്പോ യോഹന്നാൻ സ്നാപകൻ യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുന്നു. അതേ തുടർന്ന് സ്നാനവും അത് നമ്മൾ കുറച്ച് പറഞ്ഞു. അടുത്തത് യേശുവിന്റെ പരീക്ഷയും. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നതാണ് പരീക്ഷ. ഏതൊരു രാജാവും തന്റെ രാജ്യത്വം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ചില ടെസ്റ്റുകളിലൂടെയൊക്കെ പോകണം, ഇല്ലേ? വെറുതെ അങ്ങോട്ട് ഞാൻ രാജാവാണെന്ന് പറയാണോ? രാജകുമാരനെ രാജാവായി അവരോധിക്കുന്നതിന് മുൻപായിട്ട് ആ രാജകുമാരൻ വലിയ പരീക്ഷകളെല്ലാം പാസ്സാകേണ്ടിയിരിക്കുന്നു. തന്റെ പിതാവിനും ലോകത്തിനും വെളിപ്പെടുത്തണം, പരീക്ഷകളിലൂടെ വെളിപ്പെടുത്തണം. സ്നാനാനന്തരം യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടുവാൻ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. 4-ാം അധ്യായത്തിൽ കാണാണ് യേശുവിന്റെ 3 പരീക്ഷകൾ നമ്മളവിടെ കാണാം. എന്തൊക്കെയാ 3 പരീക്ഷകള്? ഒന്ന്, കല്ല്. യേശുവിന് വിശന്നപ്പോ പരീക്ഷകൻ അവന്റെ അടുക്കൽ വന്ന് പറയാണ്, നീ ദൈവത്തിനെങ്കിൽ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. തൊട്ടു മുന്നേ നമ്മൾ കേട്ടു 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ എന്താ പറയണത്? 17-ാം വാക്യം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. 4-ാം അധ്യായത്തിൽ എന്താ ചോദ്യം വരുന്നത്? നീ ദൈവത്തിനെങ്കിൽ കല്ലപ്പമായി തീരാൻ പറയാം. ദൈവിക പിതാവിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ച സാക്ഷ്യം എന്താണ്? ഇവൻ എന്റെ പ്രിയപുത്രൻ. പരീക്ഷ എന്താണ്? നീ ദൈവപുത്രനെങ്കിൽ. അപ്പൊ ആർക്കും ആ പരീക്ഷയിൽ അകപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാവും. എന്റെ പിതാവ് എന്നെ പറഞ്ഞത് ശരിയാണോ? ഇപ്പൊ ഒന്ന് ചെയ്തു നോക്കാം, ഈ കല്ലുകളെ അപ്പമാക്കാനായിട്ട് ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് യേശു ശ്രദ്ധിച്ചോ? ഇല്ല, യേശു ചെയ്തില്ല. കാരണം എന്താണ്? യേശു ദൈവപുത്രനാണെന്ന് പിശാചിന്റെ മുൻപിൽ തെളിയിക്കുവാൻ ഒരു വാക്കോ പ്രവൃത്തിയോ ആവശ്യമില്ല. ഞാൻ അങ്ങനെയാണ്, ഐ ആം ദാറ്റ് ഐ ആം എന്ന് പറഞ്ഞ ദൈവ യാഹ്വേ മനുഷ്യനായിട്ട് പിറക്കുമ്പോൾ അവന് അത് തെളിയിക്കേണ്ട ആവശ്യമില്ല. തെളിയിക്കേണ്ടത് കല്ലിനപ്പാക്കിയിട്ടല്ല. ദൈവിക വ്യവസ്ഥ എങ്ങനെയാണ്? അപ്പം എങ്ങനെയാ ഉണ്ടാവുന്നത്?
കല്ലാണോ അപ്പമാകുന്നത്? അല്ല. ഗോതമ്പ് പൊടിഞ്ഞ് അപ്പമായി തീയിലൂടെ കടന്നു പോയിട്ടാണ് അപ്പം ഉണ്ടാകേണ്ടത്. വെറുതെ കുറെ കല്ലുകൾ അപ്പാവുകയല്ല ചെയ്യുന്നത്. ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. ഗോതമ്പ് മണികൾ വർദ്ധിക്കണം. വർദ്ധിക്കുന്ന ഗോതമ്പ് മണികൾ പൊടിക്കണം. പൊടിച്ച് അപ്പമായി തീരണം. ഇതാ ദൈവിക പദ്ധതി. അല്ല, യേശു ദൈവത്തിനാണെന്ന് തെളിയിച്ചത് എങ്ങനെയാണ്? കല്ലപ്പമാക്കിയിട്ടാണോ? അല്ല. ഞാൻ ജീവന്റെ അപ്പമാകുന്നു എന്നും എന്നെ തിന്നവൻ എന്മൂലം ജീവിക്കുമെന്നും. അത് മാത്രമല്ല യേശു പറയുന്നത്, ഇതാ നിങ്ങൾക്കായി നുറുക്കപ്പെടുന്ന എന്റെ ശരീരം എന്ന് പറഞ്ഞ് തന്റെ ശരീരം മനുഷ്യവർഗത്തിന്റെ വിടുതലിന് വേണ്ടി, പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തന്നെത്താൻ ക്രൂശിൽ യാഗമാക്കി തീർത്തിട്ടാണ് യേശു ദൈവത്തിനായ ക്രിസ്തു എന്ന് വെളിപ്പെടുത്തിയത്. എപ്പോഴും അവന്റെ ജീവിതത്തിലുണ്ടായിരുന്ന പിശാചിന്റെ വെല്ലുവിളിയായിരുന്നു, നീ ദൈവത്തിനെങ്കിൽ, നീ ദൈവത്തിനെങ്കിൽ, ദൈവത്തിനെങ്കിൽ. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്? കല്ല് അപ്പമാകുക. അത് ദൈവത്തിന്റെ പദ്ധതിയല്ല. ദൈവത്തിന്റെ പദ്ധതി അപ്പം അപ്പമായി തീരുകയും അപ്പം പങ്കുവെക്കുകയും അപ്പം നുറുക്കി കൊടുക്കലുമാണ്. അതുകൊണ്ട് ആ പരീക്ഷയെ യേശു ജയിച്ചു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ കൂടി പുറപ്പെടുന്ന സകല വചനം കൊണ്ടും അത്രേ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കുക, ഈ കല്ലപ്പമായിട്ടല്ല നമ്മൾ ദൈവത്വം വെളിപ്പെടുത്തേണ്ടത്, അത്ഭുതം വെളിപ്പെടുത്തേണ്ടത്, മറ്റുള്ളവരുടെ മുമ്പിൽ യേശുവിന് വേണ്ടി ആകർഷിക്കേണ്ടത് ഈ തരം അത്ഭുതങ്ങളല്ല. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനത്താൽ അത്രേ വെളിപ്പെടുന്നത്. രണ്ടാമത്തെ പരീക്ഷ എന്തായിരുന്നു? ദൈവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി അവനോട്, നീ ദൈവത്തിനെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെ കുറിച്ച് ദൂതന്മാരോട് കൽപ്പിക്കുമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞു, അതിനെ മറുപടി പറഞ്ഞത് എങ്ങനെയാണ്? നിന്നെ കുറിച്ച് അവന്റെ ദൂതന്മാരോട് നിന്റെ കാൽ കല്ലിൽ തട്ടാതെ വണ്ണം നിന്നെ കൈകളിൽ കാത്തുകൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഇങ്ങനെ അത്ഭുതങ്ങളും യാദൃച്ഛികമായുള്ള ചില സംഭവങ്ങളും കാണിച്ചല്ല ദൈവത്തിനെ തെളിയിക്കേണ്ടത്. പരീക്ഷയ്ക്ക് വേണ്ടി ഒരു വചനവും ഉപയോഗിക്കരുത്. ദൈവത്തെ ഭയപ്പെടുക, ദൈവവചനത്തെ അനുസരിക്കുക, അതിലപ്പുറം മറ്റുള്ളവരെ ബോധിപ്പിക്കുവാൻ വേണ്ടി ഈ വചനത്തെ ഉപയോഗിക്കരുത്. യേശു പറയാണ്, ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. പിശാച് യേശുവിന്റെ അടുക്കലേക്ക് വചനവുമായിട്ട് തന്നെയാണ് പരീക്ഷയ്ക്ക് വരുന്നത്. യേശു ആ പരീക്ഷയ്ക്ക് മറുപടി കൊടുക്കുന്നതും വചനത്തിലൂടെയാണ്. അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമാണ് ഈ രാജാവിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതം എത്രമാത്രം പ്രാധാന്യം ഉള്ളതായിരിക്കണം. മൂന്നാമത്തെ പരീക്ഷ എന്തായിരുന്നു? എന്നെ ഒന്ന് വീണ് നമസ്കരിക്കുക, ഈ ലോകത്തിന്റെ സർവ്വമഹത്വവും നിന്നെ കാണിക്കാം. അപ്പോൾ യേശു മറുപടി പറയാണ്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഈ സർവ്വമഹത്വം പിതാവായ ദൈവത്തിന്റെ കയ്യിലാണ്. എന്നിട്ട് പിശാച് വ്യാജമായിരിക്കുന്ന അവകാശവാദങ്ങളുമായിട്ട് വരികയാണ്. അപ്പൊ സ്നാനവും പരീക്ഷയും കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മൾ ചിന്തിക്കാം, രാജാവിന്റെ അവകാശവാദങ്ങൾ. രാജാവിന്റെ ഗലീലയിലെ ശുശ്രൂഷ ആരംഭിക്കുന്നു. 4-ാം അധ്യായത്തിലെ യേശുക്രിസ്തു ഗലീലയിൽ രോഗികളെ സൗഖ്യമാക്കുവാനും തന്റെ ഉപദേശങ്ങളുമായി കടന്നു പോവുകയാണ്. അടുത്ത പ്രധാനപ്പെട്ട ഭാഗം ഗിരിപ്രഭാഷണമാണ്. അപ്പോൾ രാജാവിന്റെ അവതരണം കഴിഞ്ഞു. രാജാവിന്റെ അവകാശവാദങ്ങൾ, അതിന്റെ രണ്ടാമത്തെ ഭാഗം പറയാണ്, രാജാവ് തന്റെ ഭരണഘടന പ്രഖ്യാപിക്കുന്നു. മാഗ്ന കാർട്ട എന്ന് പറയില്ലേ, വിളംബരം. അതുപോലെ യേശു തന്റെ വിളംബരം, ഇതുവരെ ലോകത്തിന്റെ വ്യവസ്ഥിതിയെ തകിടം പറിക്കുന്ന പുതിയ നിയമവുമായി കടന്നു വരികയാണ്. ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുന്ന പ്രഭാഷണ കാര്യങ്ങൾ നമുക്കറിയാം. 5-ാം അധ്യായത്തിൽ പറയുന്നു, ലോകത്തിന്റെ എല്ലാ നിയമങ്ങളെയും തലകീഴാക്കുന്ന പുതിയ സംവിധാനമാണ് യേശു പറയുന്നത്. അതാണ്, യേശുവിന്റെ നിയമങ്ങളാണ് ശരിയായിരിക്കുന്നത്, ലോകത്തിൻ്റെതെല്ലാം തലകീഴായിരിക്കുകയാണ്. എന്നിട്ട് എല്ലാവരും പറയാണ്, ഓ തലതിരിഞ്ഞ നിയമങ്ങൾ പറയുന്നു. യേശു തിരുവായും മൊഴിഞ്ഞ് ഉപദേശിച്ചത് എന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്.
ലോകത്തിൽ ഇന്ന് വരെ ആരും പറഞ്ഞിട്ടില്ല ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാനും. ആത്മാവിന്റെ ദാരിദ്ര്യാവസ്ഥയാണ് ദൈവികമായിരിക്കുന്ന സൗഭാഗ്യങ്ങളുടെയും അനുഗ്രഹത്തിന്റെയും ഉറവിടമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അന്ന് ദരിദ്രരായിരിക്കുന്ന ജനം ഞെട്ടിപ്പോയി. ആരും ഞങ്ങളെ ഇതുവരെയും പരിഗണിക്കാതിരുന്നപ്പോൾ. വെറും ഭൗതികമായിരിക്കുന്ന ദാരിദ്ര്യാവസ്ഥയെ കുറിച്ചല്ല യേശു പറയുന്നത്. ആത്മീകമായ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. നമുക്ക് ഭൗതികമായിരിക്കുന്ന സമ്പന്നതയിലായിരിക്കുമ്പോഴും ലോകത്തിന്റെ എല്ലാ നിറവിലും നാം ആയിരിക്കുമ്പോഴും നമ്മുടെ ആത്മാവിൽ ദൈവത്തെ കൂടാതെ നിറയ്ക്കുവാൻ കഴിയാത്ത ഒരു ശൂന്യത നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുവാൻ കഴിയുന്നവർ ഭാഗ്യവാന്മാരാണ്. അവർ 42-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. ആ ഒരു കാംക്ഷ നമുക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ അഷ്ടഭാഗ്യ വർണ്ണനകളിൽ പറയുന്നത്. നമ്മൾ ഭാഗ്യവാന്മാരെന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് ബ്ലെസ്സഡ്, അനുഗ്രഹീതരായിരിക്കുന്നവർ. 5, 6, 7 അധ്യായങ്ങളാണ് ലോകത്തെ വെല്ലുവിളിച്ച യേശുവിൻ ഉപദേശങ്ങൾ. വെറും ഭൗതികമായിരിക്കുന്ന അനുഭവത്തിലല്ല, ആത്മീകമായി തേനിനേക്കാൾ തേൻകട്ടയേക്കാൾ മാധുര്യമേറിയ ദൈവത്തിന്റെ വചനമാണെന്ന് അത് മനസ്സിലാക്കാൻ കഴിയണം. ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, അതിനെ നിവർത്തിക്കുവാൻ ഞാൻ കടന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ന്യായപ്രമാണത്തിന് വള്ളിയോ പുള്ളിയോ മാറിപ്പോകരുതെന്ന് യേശു പറയുകയാണ്. വ്യഭിചാരം ചെയ്യുക എന്ന ഒരു പ്രവൃത്തിയിലേക്ക് എത്തുമ്പോൾ മാത്രം വ്യഭിചാരവും പാപമാകുന്ന ഒരു തലമുറയിൽ യേശു പറയുകയാണ്, മോഹത്തോടുകൂടെ നീ ഒരു സ്ത്രീയെ നോക്കിയാൽ നീ അവളോട് വ്യഭിചാരം ചെയ്തു പോയി. പുതിയ നിയമമാണ്. പണ്ട് പ്രവൃത്തി ചെയ്തു കഴിയുമ്പോൾ അത് പാപമായി മാറുമ്പോൾ അതിന്റെ ഇന്റൻഷനാണ് ഇവിടെ യേശു പാപമായി കാണുന്നത്. വേറൊരു ഭാഗത്ത് പറയാണ്, എല്ലാം 6, 7 അധ്യായങ്ങൾ വരെ നാം ഇത് കാണുമ്പോൾ യേശു തന്റെ ഭരണഘടന പ്രഖ്യാപിക്കുകയാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഹെവൻലി കിങ്ഡം, സ്വർഗരാജ്യത്തിന്റെ ഭരണഘടനയാണ്, ദൈവരാജ്യത്തിന്റെ ഭരണഘടനയാണ് അവിടെ പ്രഖ്യാപിക്കുന്നത്. അത് വേറൊരു ഭാഗത്ത് പറയാണ്, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ നിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത് കളക, നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ കൈ വെട്ടിക്കള. അപ്പൊ എല്ലാവരും പറയാം ഇത് നടപ്പിലാകുന്ന നിയമമല്ല. യേശു അത് പറയുന്നത് അങ്ങനെയല്ല. മറ്റൊരാളുടെ പ്രവൃത്തി നിമിത്തം അത് ഞാൻ കാണുന്നത് കൊണ്ടാണ് പാപം ചെയ്തതെന്ന് ലോകം പറയുന്നത്. യേശു പറയാണ്, മറ്റാരുമല്ല പാപത്തിന്റെ കാരണം, നിന്റെ നോട്ടമാണ്. മറ്റൊരാൾ ഏത് വിധത്തിലും നടന്നുകൊള്ളട്ടെ, അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. നീ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, അതാണ് നിനക്ക് പാപകാരണം. അതുകൊണ്ട് നിന്റെ കണ്ണാണ് നിനക്ക് പാപകാരണമെങ്കിൽ നിന്റെ കണ്ണ് ചൂഴ്ന്നെടുത്ത്, കണ്ണെടുത്ത് കളയാനല്ല പറയുന്നത്. എന്താണ് നമ്മളോട് കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കാര്യം പറയാണ്. ഇന്ന് പലരും പറയുന്നില്ലേ, അവരങ്ങനെ നടന്നുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ നോക്കിയത്, ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഞങ്ങൾ പാപചിന്ത വന്നത്, അതുകൊണ്ടാണ് ഈ ലോകത്തിൽ അക്രമങ്ങൾ ഉണ്ടായെന്ന് പറയുന്നു. മറ്റുള്ളവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ജീവിത രീതിയെക്കുറിച്ചും മറ്റുള്ളവരാണ് ഞങ്ങളുടെ പാപകാരണം എന്ന് പറയുന്നു. യേശു വ്യക്തമായിട്ട് പറയാണ്, മറ്റാരുമല്ല നിങ്ങളുടെ പാപകാരണം. നിങ്ങൾ പാപം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങൾ മാത്രമായിട്ടാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ഭരണഘടന അവിടെ പ്രഖ്യാപിക്കുകയാണ്. ജീവിത രീതിയെ കുറിച്ച് അവൻ പറയാണ്, ചിന്താകുലങ്ങളെ കുറിച്ച് നിങ്ങൾ വിട പറയണം. ആകാശത്തിലെ പറവയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ കൂട്ടിവെക്കുന്നു. വയലിലെ താമരയെ നോക്കുവിൻ, ശലോമോൻ പോലും ഈ താമരയെ പോലെ ഒരിക്കൽ പോലും അണിഞ്ഞൊരുങ്ങിയിട്ടില്ല. ഇപ്പോൾ പ്രയോറിറ്റൈസ്, നമ്മുടെ ജീവിതത്തിന്റെ വീക്ഷണങ്ങളെ ക്രമീകരിക്കുക. ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടായിരിക്കണം നമ്മുടെ ജീവിതത്തെ പരിഗണിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ സമയം ഏകദേശം കഴിയാൻ പോവാണ് അല്ലേ? അപ്പോ ഗിരിപ്രഭാഷണത്തിലേക്ക് നമ്മൾ എത്തി. അടുത്തതായിട്ട് രാജാവിന്റെ പ്രവർത്തികളാണ്, യേശുവിന്റെ അത്ഭുതങ്ങളും ശിഷ്യന്മാരെ നിയമിക്കുന്നതും. അതുവരെ പറയാമെന്നാ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്.
മിനി സിസ്റ്റർ എത്ര മണിക്കാണ് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുന്നത്? നമുക്ക് സമയം ഇവിടെ അനുവദിച്ചത് 45 വരെയാണ്. കഴിഞ്ഞ പ്രാവശ്യം 50 ആയിട്ട് ഓഫ് ആയിട്ടുണ്ടായിരുന്നില്ല. ഇല്ല അല്ലേ? എന്നാ വേണമെങ്കിൽ ഞാനിന്ന് വിചാരിച്ചാൽ 5 മിനിറ്റും കൂടി എടുക്കാം അല്ലേ? 5 മിനിറ്റ്. അടുത്തതായിട്ട് രാജാവിന്റെ പ്രവർത്തികളാണ്. രാജാവിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ യേശുവിന്റെ അത്ഭുതങ്ങൾ ശിഷ്യന്മാരെ നിയമിക്കും. യേശുവിന്റെ അത്ഭുതങ്ങൾ 5 വിധത്തിലുള്ള അത്ഭുതങ്ങളുണ്ട്. യേശുവിന്റെ അത്ഭുതങ്ങൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ 5 വിധത്തിലുള്ള അത്ഭുതങ്ങൾ. ഏതൊക്കെയാണ് യേശുവിന്റെ അത്ഭുതങ്ങൾ? എല്ലാവർക്കും പരിചിതമായ അത്ഭുതങ്ങൾ. യേശുവിന്റെ രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതബാധിതരെ വിടുവിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, പ്രകൃതി ശക്തികൾക്ക് മേലുള്ള അത്ഭുതങ്ങളുണ്ട്. അടുത്തത് തന്നിൽ തന്നെ നടന്ന അത്ഭുതങ്ങൾ. എന്താണ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന? രോഗശാന്തി. അത് മാത്രം എഴുതിയാൽ മതി, രോഗശാന്തി എന്ന് എഴുതിയാൽ മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ കണ്ടുപിടിക്കണം മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു നടത്തിയ രോഗശാന്തിയിൽ 2 or 3 എഴുതിയാലും മതി കേട്ടോ. എല്ലാവരും നോട്ട് ചെയ്യാം. രണ്ടാമത് ഭൂതശാന്തി. ശാരീരിക രോഗം മാത്രമല്ല രോഗത്തിന്റെ അടിസ്ഥാനം, മാനസികമായി അവരെ ബാധിക്കുന്ന അശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളുണ്ട്. ഈവിൾ സ്പിരിറ്റ്, അതിനെ പുറത്താക്കുക എന്നതും ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. പല രോഗങ്ങളുടെയും അടിസ്ഥാനം രോഗലക്ഷണങ്ങളല്ല, ലക്ഷണങ്ങൾ മാത്രമേയാണവ. അവയ്ക്ക് പുറകിൽ വ്യാപരിക്കുന്ന ഓരോ രോഗത്തിനും ഒരു അന്ധകാര ശക്തിയുടെ സ്വാധീനവും ഉണ്ട്. കൂനിയായ സ്ത്രീയുടെ കാര്യം നമുക്കറിയാം. അവൾ കുനിഞ്ഞു നടക്കുന്നത് അവളുടെ രോഗം കൊണ്ടല്ല, അവളെ 18 ആണ്ട് കുനിച്ചു നിർത്തുന്ന ദുരാത്മാവ് അവൾ നിട്ടുപോയപ്പോൾ അവൾ നിവർന്നു നിന്നു. നമ്മൾ പലതും ശാരീരികമായിരിക്കുന്ന പ്രശ്നങ്ങളായി കാണുന്നു. അടുത്തത് മരിച്ചവരെ ഉയർപ്പിക്കുക. യേശു മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട് അല്ലേ? ലാസറിനെ ഉയർപ്പിക്കുന്നു, നയനയിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നു, എല്ലാം നമുക്ക് കാണാൻ കഴിയും. അടുത്തത് പ്രകൃതി ശക്തികളിന്മേലുള്ള അത്ഭുതങ്ങൾ. വെള്ളത്തെ വീഞ്ഞാക്കുന്നു, കാറ്റിനെ അടക്കുന്നു, കടലിനെ ശാന്തമാക്കുന്നു, ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. തന്നിൽ തന്നെ നടന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? മറുരൂപമലയിലെ രൂപാന്തരം. അതുമാത്രമല്ല യേശുവിന്റെ മരണ പുനരുദ്ധാനങ്ങൾ വലിയ അത്ഭുതമാണ് അല്ലേ? അപ്പൊ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. 5 വിധത്തിലുള്ള അത്ഭുതങ്ങളാണ്: രോഗശാന്തി, ഭൂതശാന്തി, മരിച്ചവരെ ഉയർപ്പിക്കുക, പ്രകൃതി ശക്തികളുമേലുള്ള അധികാരം, അടുത്ത തന്നിൽ തന്നെ നടന്ന അത്ഭുതങ്ങൾ. അടുത്ത യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നു. യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന കാര്യം 11-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത് അല്ലേ? യേശു ശിഷ്യന്മാരെ 11-ാം അധ്യായം 1-ാം വാക്യത്തിലും 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ്. ആ ശിഷ്യന്മാരുടെ പേരുകൾ എല്ലാവരും പഠിക്കണം കേട്ടോ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 12 ശിഷ്യന്മാരുടെ പേര് ക്രമത്തിലായിട്ട് നമ്മൾ പഠിക്കുക. 10-ാം അധ്യായം 1-ാം വാക്യത്തില് ആ 12 ശിഷ്യന്മാരുടെ പേരുണ്ട്. അപ്പൊ എല്ലാവരും അത് അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും നമുക്കൊന്ന് മനഃപാഠം പറയാനൊക്കെ ആയിട്ട് പറ്റണം കേട്ടോ. ശിഷ്യന്മാരുടെ പേരുകൾ അവിടെ പറയുന്നുണ്ട്. എന്താണ്? 12 അപ്പോസ്തലന്മാരുടെ പേരാകുന്നത്. ഒന്നാമത് പത്രോസ് എന്ന് പേരുള്ള ശീമോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സബദിയുടെ മകൻ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമായി, തോമസ്, ചുങ്കക്കാരൻ മത്തായി, അൽഫായുടെ മകൻ യാക്കോബ്, തദ്ദായി, ശീമോൻ, യേശുവിനെ കാണിച്ചു കൊടുത്ത ഇസ്കോരിയോത്ത യൂദ. ഈ 12 പേരെ വിളിച്ചു. എന്നിട്ട് അവർക്ക് കൊടുത്ത ഉപദേശങ്ങളുണ്ട്. പിന്നെ അവരെ വിടുന്നത് എന്തിനു വേണ്ടിയാണ്? അതിന്റെ 11-ാം വാക്യത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത് ഉപദേശിപ്പാനും പ്രസംഗിപ്പാനും രോഗികളെ സൗഖ്യമാക്കുവാനും യേശു അയക്കുകയാണ്. യേശു ശിഷ്യന്മാരെ അയക്കുന്ന വേദഭാഗങ്ങളുണ്ട്. അപ്പോൾ ശിഷ്യന്മാരെ അയക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങള് നമ്മളിന്ന് മനസ്സിലാക്കുക. സമയം മുന്നോട്ട് പോയതുകൊണ്ട് റിവ്യൂ ചെയ്യണില്ല. അപ്പൊ അടുത്ത ആഴ്ചക്ക് എല്ലാവരും തയ്യാറാവുന്നു. നമ്മൾ പഠിച്ചത് രാജാവിന്റെ ഇൻട്രൊഡക്ഷൻ, അവതരണം, വംശാവലി, ജനനവും പ്രാരംഭ വർഷത്തെ പ്രവർത്തനങ്ങളും, സ്നാപകന് വഴിയൊരുക്കുന്നു, സ്നാനവും പരീക്ഷയും. അടുത്തത് ഗലീലയിലെ ശുശ്രൂഷ ആരംഭിക്കുന്നു, ഗിരിപ്രഭാഷണം നടത്തുന്നു.
അടുത്തത് യേശുവിന്റെ അത്ഭുതങ്ങൾ. 5 വിധത്തിലുള്ള അത്ഭുതങ്ങൾ ഞാൻ പറഞ്ഞു. അതെല്ലാവരും ഒന്ന് കണ്ട് പഠിക്കണം. അതിന്റെ പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കണം. അടുത്ത ആഴ്ച നമ്മൾ തുടരുമ്പോൾ അത്ഭുതങ്ങൾ തൊട്ടിട്ട് നമുക്ക് വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു ഓൾ.